കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാൻ ഇന്ന് പഴം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളൊരു വെറൈറ്റി ടേസ്റ്റിലാണ് ഇന്ന് ഈ പലഹാരം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ അധികം നിങ്ങളെ വർത്താനം പറഞ്ഞ് മുഷിപ്പിക്കണില്ല. അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതായത് നന്നായി പഴുത്ത പഴമാണ്, നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 പഴത്തിൻ്റെയും തൊലി കളഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിൽ രണ്ടും നന്നായി തന്നെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പഴം അവസാനം കളയേണ്ട അവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനൊരു റെസിപ്പി എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ 2 പഴം തന്നെ വേഗം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. മധുരം നല്ല മധുരം ഉണ്ടായിരുന്നു. എന്നാലും ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഒപ്പം തന്നെ നമ്മൾ പൊടിച്ചിട്ടുള്ള പൊടി ഇടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണമല്ലോ. ഒരു 3 ഏലക്കായി ഇട്ട് കൊടുത്തു. ഏലക്കായ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുത്തു. ഒരു 1/2 കപ്പ് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അതനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തതാ. ഇതേപോലെ ഇത്ര കട്ടിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. എന്നിട്ട് ഞാനിതാ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ച് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതാ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദ എന്തോ വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. അപ്പം ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ എള്ളാണ് ഇട്ട് കൊടുത്തത്. കറുത്ത എള്ളിരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാണ്. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ പഞ്ചസാരയൊക്കെ ഓൾറെഡി പഴത്തിൻ്റെ കൂടെ ഇട്ട കാരണം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ടാവും, നമുക്ക് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉപ്പ് എല്ലാം ഇട്ടിട്ടില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് കട്ട പിടിച്ചപ്പോൾ ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ പാല്, ചൂടൊന്നും വേണ്ട കേട്ടോ, തിളപ്പിച്ച് ചൂടാറിയ പാല് നമ്മൾ ഇതിൻ്റെ കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ബാറ്റർ റെഡിയാക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നല്ലൊരു കട്ടിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ല കട്ടിക്കെടുത്ത്, നമ്മളിത് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം ഞാൻ നമ്മുടെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഓയിൽ എടുക്കാം. ഇതിലിപ്പോൾ ഇത് നമ്മൾ പൊരിയാണ്, സ്പൂൺ പൊരിയാണ്. നമ്മൾ പഴം വെച്ചിട്ട് ഉണ്ടാക്കണ പോലെ തന്നെ നമ്മൾ സ്പൂണിൽ കോരി ഒഴിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ സ്പൂണിൽ ഞാനിങ്ങനെ കോരി ഒഴിച്ചു. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. പിന്നെ പഴംപൊരി ഉണ്ടാക്കണ പോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്പൂൺ പൊരി ഉണ്ടാക്കാം. മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും. സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ചൂടോടെ കിടക്കുമ്പോൾ പഴംപൊരിയുടെ ഒരു വെറൈറ്റി തന്നെയാണ് സ്പൂൺ പൊരി. അപ്പോൾ ഞാനിന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ മൈദയല്ല എപ്പോഴും ഉപയോഗിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു, ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ചെയ്തോളൂ. എനിക്കത് പറയാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളൊന്നും തന്നെ ഇത് പൊന്താൻ വേണ്ടി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ നന്നായി തന്നെ നമ്മുടെ പൊരി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടുത്തവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ, വേഗം തന്നെ നമുക്ക് കിട്ടിയിട്ടാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആവും. പഴംപൊരിയുടെ ടേസ്റ്റും ഇതിങ്ങനെ സ്പൂൺ പോലെ ഇരിക്കുക, നല്ല ഭംഗിയിലിരിക്കുക. അപ്പോൾ എല്ലാം നന്നായി ചുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് കോരിയെടുക്കട്ടെ. അപ്പോൾ നന്നായി ഒരു മുരിച്ചെടുത്തു കേട്ടോ. ഞാൻ മുരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാം കോരിയെടുത്തിട്ട് വരാം. 2 പഴം ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പ്ലേറ്റ് നിറച്ച് പലഹാരം കിട്ടും. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇടയ്ക്ക് എള്ളും കൂടിയും കിട്ടുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. അപ്പോൾ പഴം ഇങ്ങനെ നാശാക്കി കളയണ്ട, നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു 4 മണിക്ക് നമ്മുടെ കട്ടൻ ചായയുടെ ഒപ്പം കുടിക്കാൻ അടിപൊളിയാണ്. പിന്നെ അധികം ഓയിലും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് കുറച്ച് ഓയിൽ ഉണ്ടെങ്കിൽ അതിൽ വേഗം തന്നെ പൊരിച്ചെടുക്കാം. ഈ സ്പൂണിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റായെങ്കിലാണ് ഇങ്ങനെ കറക്റ്റായിട്ട് നന്നായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മാവൊക്കെ സെറ്റായി, സംഭവമൊക്കെ കിട്ടിയിട്ട് കറക്റ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പഴം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.